Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷ്മതയോടുകൂടി പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നന്മകളുടെ കൂട്ടത്തിൽ ചേർന്ന് പരമാവധി നന്മകളുടെ മുന്നിൽ നടക്കുവാൻ തൗഫീഖ് നൽകിയവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗ്രാമീണനായ ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. ഇസ്ലാം സ്വീകരിച്ചു, പ്രവാചകനെ പിൻപറ്റാൻ ആരംഭിച്ചു. റസൂലുള്ളാനോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനും നിങ്ങളോടൊപ്പം ഹിജ്റക്കുണ്ട് എന്നായിരുന്നു. സ്വഹാബത്തിനോട് റസൂലുള്ള പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ. കുറച്ചു ശേഷം ഒരു യുദ്ധം വരികയുണ്ടായി. യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യകത ഉണ്ടായി. യുദ്ധത്തിൽ പങ്കെടുത്ത് ഗനീമത്ത് സ്വത്ത് വിഹിതം വെക്കാൻ ആരംഭിച്ചപ്പോൾ റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ച ആ വ്യക്തിക്കും ഒരു ഭാഗം അദ്ദേഹത്തിന് വേണ്ടി നീക്കിവെച്ചു. സ്വഹാബത്തിന് അത് ഏൽപ്പിച്ചു. കാരണം അദ്ദേഹം സൈന്യത്തിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളെ മേയ്ക്കാൻ പോയ സമയമായിരുന്നു അത്. സ്വഹാബികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണിത്? ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ വീതം വെച്ചതിൽ നിങ്ങൾക്കുള്ള വിഹിതമാണ്. അതുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബി, എന്താണിത്? അപ്പോഴും റസൂലുള്ളാഹ് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള വിഹിതമാണ്. ആ സമയത്ത് റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നബിയെ, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല നിങ്ങളോടൊപ്പം ചേർന്നത്. എന്റെ ഈ കഴുത്ത് കണ്ടോ പ്രവാചകരെ? അദ്ദേഹം വിരൽ ചൂണ്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിൽ പങ്കെടുത്ത് ഇവിടേക്കൊരു അമ്പേറ്റ് ഞാൻ മരണപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നത് എന്ന് നബിയോട് അദ്ദേഹം പറയുകയുണ്ടായി. റസൂലുള്ളാഹ് തിരിച്ച് മറുപടി പറഞ്ഞത്, സ്വദഖല്ലാഹ ഫസ്വദഖഹു, നീ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹു നീ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചു തരുമെന്നാണ്. യുദ്ധം
തുടങ്ങി യുദ്ധം ആരംഭിച്ചു, അവസാനിച്ചു. സ്വഹാബികൾ അദ്ദേഹത്തെയും ചുമന്ന് പ്രവാചകന്റെ അടുക്കലെത്തി. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലെത്തി അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ നബി അവരോട് ചോദിച്ചു, അഹുവ ഹുവ, ഇത് ആ ആളല്ലേ? സ്വഹാബത്ത് മറുപടി പറഞ്ഞു, അതേ പ്രവാചകരെ. നബി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിനു മുമ്പ് ആ മനുഷ്യൻ എവിടേക്കാണോ വിരൽ ചൂണ്ടിയത് അതേ സ്ഥാനത്ത് ഒരു അമ്പ് പതിച്ചിട്ടാണ് അദ്ദേഹം ഷഹീദായിട്ടുള്ളത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജുബ്ബയിൽ അദ്ദേഹത്തെ കഫം ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി പ്രവാചകൻ നേതൃത്വം നൽകി നമസ്കരിച്ചു, മയ്യത്ത് നിസ്കാരം നടത്തി. അള്ളാന്റെ റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക, അല്ലാഹുവേ ഇത് നിന്റെ അടിമയാണ്. ഖറജ മുഹാജിറൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ ഹിജറക്ക് വേണ്ടി പുറപ്പെട്ടവനാണ്. ഫഖുതില ഷഹീദൻ, ഇദ്ദേഹം ഇതാ ഷഹീദായിരിക്കുന്നു. അന ഷഹീദുൻ അലാ ദാലിക്, അതിനെ അല്ലാഹ് ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് പ്രവാചകന്റെ സാക്ഷ്യവുമായി ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ ഒരു ആയത്തുണ്ട്, വമിനൻ നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യശ്രി നഫ്സഹു, അവർ സ്വന്തത്തെ പടച്ചോന് വിൽക്കുന്നവരാണ്, ഇബ്തിഗാ മർളാത്തില്ല, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് വാങ്ങാൻ വേണ്ടി സ്വന്തത്തെ വിൽക്കുന്നവരാണത്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകളോട് വല്ലാതെ അനുകമ്പയും കാരുണ്യമുള്ളവനാണ് എന്ന്. ഈ സംഭവം ഉദ്ധരിച്ചത് ഇന്ന് മിമ്പറിൽ പറയാൻ പോകുന്ന 5 കൂട്ടം ആളുകളിലെ ഒന്നാമത്തെ കൂട്ടം ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ആത്മാർത്ഥമായി അവരിറങ്ങും, വേറൊരു ലക്ഷ്യമില്ല. അംഗീകാരം അവരുടെ അജണ്ടകളില്ല, സാമ്പത്തികം അവരുടെ അജണ്ടകളിലില്ല, അതല്ലെങ്കിൽ മറ്റു വല്ലതും അവരുടെ അജണ്ടകളിലില്ല. അള്ളാന്റെ മാർഗത്തിൽ അവരിറങ്ങിയത് ഗനീമത്ത്, സ്വത്ത് അനുമതിയുള്ളതാണ്, ഹലാലാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. എന്നിട്ടും ഞാൻ ഇതിനല്ല നബിയെ എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നമ്മൾ കാണുന്നുവെങ്കിൽ ആണ് പ്രിയപ്പെട്ടവരെ, നന്മയോട് സമീപിക്കുമ്പോൾ 5 കൂട്ടം ആളുകളാണ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഈ പള്ളിയിൽ ഇരിക്കുന്നവരിലുള്ളത്. അതിൽ ഒന്നാമത്തെ കൂട്ടമാണ് ഈ പറഞ്ഞത്, വേറൊരു ലക്ഷ്യമില്ല, അള്ളാന്റെ മാർഗത്തിലാ. കുറച്ചാളെ ഉണ്ടാവുള്ളൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് എണ്ണാൻ കിട്ടും അവരെ. ഒരുപക്ഷെ അവർ എല്ലാവരും അറിയുന്നവരുടെ കൂട്ടത്തിലൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടും ബഹളൊന്നും ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ വിൽക്കും തന്റെ അധ്വാനത്തെ, തന്റെ ശരീരത്തെ, തന്റെ കുടുംബത്തെ, തന്റെ ആവതുള്ള കാലത്തെ, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് പടച്ചവനിലേക്ക് വെച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ ആരാണെന്നറിയോ? നോക്കൂ നിങ്ങള്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പേടിയോടുകൂടി മാത്രം ഇന്നേ വരെയുള്ള മുസ്ലിം സമുദായം വായിച്ച ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി പറയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹുവും സ്വഹാബത്തും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അത് പറയുന്നത്. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിലെ ഒരു ടീമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്. യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തോളം. വിദേശത്ത് പോയ ആളുകൾക്ക് ഒരുപക്ഷെ തിഹാമ പർവ്വതം പരിചയമുണ്ടായിരിക്കാം. വെളുത്ത മിന്നുന്ന തിഹാമ പർവ്വതത്തോളം വലുപ്പത്തിൽ അവർ നന്മകളുമായി പരലോകത്ത് കടന്നുവരും. കിലോമീറ്ററുകൾ നീളവും വീതിയുമുള്ള ആ പർവ്വതത്തിന് സമാനമായ നന്മകളുമായി പരലോകത്തെത്തുമ്പോ അല്ലാഹു ഊതിപ്പാറ്റിക്കളെ, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ, ഒരു പിടുത്തം പോലും കിട്ടാത്ത രൂപത്തിൽ ആ കർമ്മങ്ങളെയെല്ലാം അള്ളാഹു നിഷ്ഫലമാക്കി കളയും. സൗബാൻ റളിയല്ലാഹു അൻഹു എണീറ്റു, നബിയോട് പേടിയോട് കൂടി ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, നബിയെ പറഞ്ഞു തരൂ അവരെ കുറിച്ചിട്ട്. നിങ്ങളിപ്പോ പറഞ്ഞ ആ എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട മനുഷ്യന്മാരുണ്ടല്ലോ, അവരാരാണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് അവരുടെ കൂട്ടത്തുനിന്ന് വിട്ടു നിൽക്കാമല്ലോ. നബി കൊടുത്ത ഒന്നുകൂടി വിശദീകരണമുണ്ട്. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾക്കതൊന്ന് വിട്ടു നിൽക്കാമല്ലോ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കണം, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും, അവർ പുറമേയുള്ള ആൾക്കാരല്ല, നിങ്ങളെ തൊലിപ്പുറത്തുനിന്നുള്ള, എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളെ സഹോദരങ്ങളാണ്, നിങ്ങളെ ചോരയിലുള്ള ആൾക്കാരാണ്, നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്
എന്ന് റസൂലുള്ള ഒന്നാമത്തെ വിശേഷണം അവരെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത് വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, രാത്രിയിൽ നിങ്ങൾ എടുക്കുന്നത് പോലെ അവരും നമസ്കാരം എടുക്കുന്നുണ്ട്. വലാകിന്നഹും, പക്ഷേ അഖ്വാമുൻ, അവരുടെ പ്രത്യേകത ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹ, അവർ ഒറ്റക്കാകുമ്പോൾ അവർ തിന്മ ചെയ്യും. പണ്ഡിതന്മാർ രണ്ടാമത്തെ വിഭാഗത്തെ എണ്ണുന്നത് എങ്ങനെയെന്നറിയോ? നന്മയും ചെയ്യും, അവസരം കിട്ടിയ തിന്മയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ ഇനത്തിലാണ് ഉണ്ടാവുക. നന്മല്ലേ നമുക്ക്? നമ്മൾ അതുകൊണ്ടാണല്ലോ പള്ളിയിൽ എന്റെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ചെയ്യാൻ പറ്റുന്ന നന്മകളുണ്ട്, പക്ഷെ തിന്മയുണ്ടാവും. അതൊരു ഗൗരവമുള്ള വിഷയമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, നമ്മള് ആദർശമുള്ളവരാണ്. എന്നാ വിവാഹത്തിൽ ഹറാമുകൾ വരുന്നില്ലേ? ഉണ്ട്. നമ്മൾ ആദർശമുള്ളവരല്ലേ? ആണ്. എന്നാ നമ്മുടെ സ്റ്റാറ്റസിൽ ഹറാമുകൾ വരുന്നില്ലേ? വരുന്നുണ്ട്. നമുക്ക് ഇസ്ലാമും ആദർശവും നന്മയും നമ്മളിലില്ലേ? ഉണ്ട്. എന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ കഥ എന്താ? സ്വഭാവത്തിന്റെ വിഷയം എന്താ? തിന്മകൾ വരുന്നില്ലേ? വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മളെ മാത്രം എടുക്കുക, അപ്പുറത്തുള്ളവനെ നോക്കണ്ട. വിവാഹം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക അപ്പുറത്തുള്ളവന്റെ വീട്ടിൽ നടന്ന വിവാഹവും ഇപ്പുറത്തുള്ളവന്റെ വീട്ടിൽ നടന്ന ഫംഗ്ഷനും നമ്മളെല്ലാത്തോടത്ത് നടന്നതൊക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷെ നമ്മുടെ നിലപാടുകൾ പലപ്പോഴും നമ്മൾ നന്നാക്കാറില്ല. ഇവിടെ മറ്റുള്ളവരിലേക്ക് നോക്കാനല്ല. രണ്ടാമത്തെ ടീം നന്മയുടെ വിഷയത്തിൽ നമ്മൾ കാണുമ്പോൾ രണ്ടാം നന്മയുണ്ടാവും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പ്രശ്നമാണ് എന്നാണ്, നശിച്ചു പോകുന്നതാണ്. ആ കൂട്ടത്തില് നമ്മൾ ഉണ്ടാവാൻ പാടില്ല. പ്രിയപ്പെട്ടവര്, ഇതിലാണ് അധികം ആളുകളും ഉണ്ടാകുന്നത്. നമുക്ക് വെറുതെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഉണ്ടാകും. മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അള്ളാഹു തൗഫീഖ് കൊടുക്കില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ ടീം ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? അത് പൂർണ്ണമായിട്ടാണ്. ദുനിയാവിൽ ഒരു ലക്ഷ്യമല്ല, നേരിട്ട് അള്ളാന്റെ അടുത്ത് നിന്നല്ലാത്ത ഒന്നും വേണ്ട എന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകുന്നവരാ. രണ്ടാമത്തെ ആൾ നന്മയുണ്ട്, എന്നാ കിട്ടുന്ന അവസരങ്ങളിലും എടുക്കേണ്ട നിലപാടുകളിലും ഒക്കെ ചിലപ്പോൾ നമ്മളൊരു അഴകുഴമ്പൻ നിലപാടെടുത്ത് അതിപ്പോ എന്താ ഇങ്ങനൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നാണ്ട് കഴുകിക്കളയണ പോലെ പടച്ചോനെന്ന് കഴുകിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ ടീമുണ്ട് രണ്ട്. മൂന്നാമത്തേത് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ചെയ്യാൻ കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവില്ല എന്നാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിലേക്ക് ഇറങ്ങി ആ നാട്ടിൽ ദഅവത്ത് നടത്തുമ്പോൾ, ആ നാട്ടിലെ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ശുഐബ് നീ ഇത്ര പ്രയാസപ്പെടുന്നത്? എന്താണക്ക് പ്രചോദനം? എന്താ നിനക്ക് കിട്ടുന്നത് ഇതിനു വേണ്ടി എന്നാണ്. ശുഐബ് നബി കൊടുത്തൊരു മറുപടിയുണ്ട്. ഖാല യാ ഖൗമി, എന്റെ സമൂഹമേ, അറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ എന്തിനാ ശുഐബ് എങ്ങനെ പണിയെടുക്കണേന്ന്. എന്നാൽ നിങ്ങൾ അറിയുക, ഇൻ കുന്ത അലാ ബയ്യിനത്തും മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്നുതാ ഒരിക്കൽ ബയ്യന കിട്ടി, വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, രണ്ടാമത്തേത് അല്ലാഹ് എനിക്ക് നല്ല റിസ്ഖും തന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ ഉരീദു അൻ നുഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് പറയുന്നതിൽ എതിര് പ്രവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നന്മ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമോ വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അങ്ങനെ നന്മ ചെയ്യാൻ എനിക്ക് പെർമിഷൻ തരുന്നതും തൗഫീഖ് തരുന്നതും അല്ലാഹ് അല്ലാതെ വേറെ ആരുമല്ല. അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേൽ തവക്കുൽ ചെയ്യുന്നു. വ ഇലൈഹി ഉനീബ്, ഞാൻ അവനിലേക്കാണ് മടങ്ങാനുള്ളത് എന്നാണ്. തൗഫീഖ് കിട്ടാതെ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഉണ്ടാവും സുബീക്കൊക്കെ പോണെന്ന്, പക്ഷെ പൊന്തി കിട്ടൂല. കൊടുക്കണം കുറെ എന്ന് മനസ്സിലുണ്ടാവും, കഴിയില്ല. ചെയ്യണം, ഭാര്യനോടൊക്കെ നല്ല നിലക്ക് നിൽക്കണം എന്നൊക്കെ തോന്നും ചില സമയങ്ങളിലൊക്കെ, പക്ഷെ എത്തിപ്പെടൂല. പ്രിയപ്പെട്ടവരെ, അതൊരു നിലക്കൊരു ശിക്ഷയാണ്. കാരണം അള്ളാന്റെ തൗഫീക്ക് കിട്ടണം നന്മ ചെയ്യാൻ. പക്ഷെ അള്ളാന്റെ തൗഫീക്ക് കിട്ടാൻ റസൂലുള്ളാഹി പഠിപ്പിക്കണേ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അള്ളാഹ് അവനെ ഉപയോഗിക്കുന്നതാണ്. അള്ളാഹ് തൗഫീഖ് കൊടുക്കും. അപ്പൊ സ്വഹാബത്തിന് മനസ്സിലായില്ല, നബി കൈഫ യസ്തഅമിലുഹു, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു അടിമനെ അള്ളാഹ് ഉപയോഗിക്കുന്നു, അതെങ്ങനെയാണ് എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി കൊടുത്ത മറുപടി ഇതാ, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബലൽ മൗത്ത്, മരിക്കുന്നതിന്റെ മുമ്പ് അവന് അമൽ ചെയ്യാൻ തൗഫീഖ് കൊടുക്കും. 5 നേരം പള്ളിയിലെത്താൻ തൗഫീഖ് കൊടുക്കും. ഒരേ ജുമാക്ക് കൃത്യമായി വരാൻ തൗഫീഖ് കൊടുക്കും. സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്തു നടക്കാൻ തൗഫീഖ് കൊടുക്കും.
ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, അള്ളാന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ കഴിയൂല പ്രിയപ്പെട്ടവര്. അള്ളാന്റെ ഹൈറ് അള്ളാഹ് ഹൈർ ഉദ്ദേശിച്ചവർക്ക് തൗഫീഖ് കിട്ടുള്ളൂ. എങ്ങനെ തൗഫീഖ് കിട്ടുക? നിങ്ങൾ ആലോചിക്കും, ഒരാളാണ് മരിച്ചാല് ഖബർ കുഴിക്കണട്ടോ എന്ന് പറഞ്ഞ ഒരാൾക്ക് കോള് വരുന്നുണ്ടെങ്കിൽ ആ കോള് വരപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അള്ളാന്റെ തൗഫീഖ് കിട്ടിയ ആളാണ്. കാരണം എന്താ? ആ നാട്ടിലെല്ലാരും അയാളെ വിളിക്കണത്. പള്ളിയിൽ ഒരു ദിവസം ഇമാമില്ല, നിങ്ങൾക്കൊന്ന് നിൽക്കാൻ പറ്റുമോന്ന് വെച്ച് ഞമ്മക്കൊരു കോള് വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് തന്ന തൗഫീഖാ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് തന്ന തൗഫീഖാ. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ നാട്ടില് ഇടപെടണം, ഒരാളെ സുൽഹിന് വിളിക്കണം, കോള് വന്നു, നമുക്ക് നിങ്ങളൊന്ന് ഇടപെടാൻ പറ്റുമോ? അള്ളാന്റെ തൗഫീഖാ. അയൽ വീട്ടില് ഒരു ഹോസ്പിറ്റൽ കേസ് നട്ടപ്പാതിരക്ക് ഉണ്ടായി, ആ കുടുംബത്തിന് പോകാൻ സംവിധാനമില്ല, ഞമ്മക്ക് വിളി വന്നു, നമുക്ക് തൗഫീഖാ പ്രിയപ്പെട്ടവരെ, അതൊരു തൗഫീഖാണ്. മദ്രസന്റെ വിഷയത്തിൽ അള്ളാഹു ഇടപെടാൻ കൊടുക്കുന്ന തൗഫീഖ, പള്ളിന്റെ വിഷയത്തിൽ അള്ളാഹ് ഇടപെടാൻ കൊടുക്കുന്ന തൗഫീഖ. പള്ളിയിൽ നേരത്തെ വന്ന് പള്ളിയിൽ വൃത്തികേടുണ്ടെങ്കിൽ ഒഴിവാക്കി ആ പള്ളിക്കകത്ത് വരുന്ന 100 ആളുകൾക്ക് സംവിധാനം ഒരുക്കുന്ന സംവിധാനം അള്ളാഹ് കൊടുക്കുന്ന തൗഫീഖ. ഒരു പള്ളിയിൽ ആദ്യത്തെ സൊഫിലെത്തണം എന്ന് ആഗ്രഹിച്ചിട്ടും എത്താത്തത് അള്ളാഹിന്റെ ശിക്ഷയാണ്. തൗഫീഖ് വേണം, അത് അള്ളാഹ് വിചാരിക്കണം. അതിന് അള്ളാഹിനോട് നമുക്ക് അടുക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, അടുക്കാൻ കഴിയണം. ഇങ്ങനെ നോക്കി ഒരു കടം വേണം, ഒന്ന് തിരിച്ചു തരാൻ പറ്റുമോ? നമ്മളെ വിളിച്ചത് തൗഫീഖാ പ്രിയപ്പെട്ടവരെ. ഇടപെടേണ്ടടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ടാവും സാമ്പത്തികം, പക്ഷേ അതൊരു തൗഫീഖ്, അള്ളാഹ് നമുക്ക് തരുന്ന തൗഫീഖാ. ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഇതുപോലെ നമുക്ക് കിട്ടുന്ന തൗഫീഖുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാഹ് തുറന്നു തരുന്ന സംവിധാനങ്ങളാണ്. ഇല്ലെങ്കിൽ ആ നിലക്ക് നമ്മളെ എത്തിൽ അള്ളാഹ് തരും പ്രിയപ്പെട്ടവര്, നമ്മളെന്നെ മുന്നിൽ നിൽക്കും. ചില ആൾക്കാർ പ്രിയപ്പെട്ടവരെ നായി പായണ പോലെ പായുണ്ടാവും അള്ളാന്റെ ദീനില്, ബാക്കിയുള്ളവരിങ്ങനെ കളിയാക്കും, മൂപ്പരിങ്ങനെ തന്നെയാണല്ലോ. പടച്ചോന്റെ തൗഫീഖ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ അള്ളാന്റെ അടുത്ത് അയാൾക്ക് കണ്ടുമുട്ടാനുണ്ടാവും. കുറെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലില്ല. ഒരു വഴി പ്രശ്നം വന്നു, ഇടപെടണം, കുറച്ചൊന്ന് നീട്ടിക്കിട്ടണം. നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ ഓർമ്മ വരും, കാരണം അതൊരു തൗഫീഖ. മുന്നിൽ നിൽക്കണം, ഒരു 2 വർത്താനം പറയണം, ഒരു നന്മയുടെ കാര്യമാണ്, നിങ്ങളൊന്ന് പറയോ? ആ ചോദ്യം ഉണ്ടല്ലോ നന്മയുടേതാണ്. ഇങ്ങനെ ഏത് സാധാരണക്കാരനും ഇനി കുറച്ച് നാട്ടിൽ നേതൃത്വം നിൽക്കുന്നവർക്കുമൊക്കെ അള്ളാഹ് കൊടുക്കുന്ന അവരുടേതായ ഇടങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. അത് എല്ലാരും അറിയുന്ന ഇടങ്ങളൊന്നും ആവൂല, ചിലപ്പോ ഒന്നുണ്ട്, ചിലപ്പോ ആരും അറിയാത്ത തൗഫീഖുകളാകാം അതൊക്കെ. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് കിട്ടും ആ തൗഫീഖ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി. നിങ്ങൾ ആലോചിച്ചോക്കും, തൗഫീഖ് ഒന്നും കിട്ടിയില്ല ഒരാൾക്ക്, കാരണം അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചില്ല. തൗഫീഖ് ഒന്നും എന്താണ്ടാവുക? തിന്മങ്ങനെ വരും. തിന്മങ്ങനെ ആധിക്യം സംഭവിച്ചാൽ എന്താ? ഖുർആൻ പറഞ്ഞു, നമുക്ക് മനപ്പാടമുള്ള സൂറത്തുൽ മുത്തഫിഫീനിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ഇല്ലട്ടോ അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിട്ടുണ്ട് എന്നാണ്. കറ പിടിച്ചു എന്നാണ്. എന്തുകൊണ്ടാ? മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തത് നിമിത്തം എന്നാണ്. അവർ ചെയ്യണത് എന്താ? തൗഫീഖ് ഇല്ലാത്തോണ്ട് കുറെ തോന്നിയാസങ്ങൾ വരുന്നുണ്ട്, കറ പിടിച്ച് അത് ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ടീം ആഗ്രഹമുണ്ട്, തൗഫീഖ് കിട്ടണില്ല. അള്ളാഹു ഖൈർ ഉദ്ദേശം, കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുകയാണ് പരിഹാരമുള്ളത്. നാലാമത്തേത് പ്രിയപ്പെട്ടവരെ, തിന്മകളാൽ വലയം ചെയ്ത് നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്മാരുണ്ടാവും. നമ്മളൊക്കെ നാട്ടിലുണ്ട്, നമ്മളൊക്കെ കൂട്ടുകെട്ടിലുണ്ട്, നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിലും വീട്ടിലും ഉണ്ടാവും. ഇതൊന്നും വേറെ എവിടേക്കും പോയോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ നമ്മൾ തന്നെ ആ കൂട്ടത്തിലും ഉണ്ടാവും. നന്മനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു തുരുത്ത് പോലും ആ മനുഷ്യന് ഉണ്ടാവില്ല. പടച്ചോനെ, ഞാൻ ചെയ്യണത് തെറ്റാണല്ലോ എന്നൊന്ന് പുനർവിചിന്തനം നടത്താനുള്ള സാഹചര്യം പോലും അത്ര ആളുകൾക്ക് ഉണ്ടായില്ല. അല്ല, അവർ സമ്പാദിക്കുന്നത് സയ്യിഅത്താണ്, തിന്മകളാണ്. എന്നിട്ട് അവനങ്ങട് ആ തിന്മകൾ ഇങ്ങനെ വലയം ചുറ്റിയിട്ടുണ്ട്, അവനെ പുറത്ത് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ തിന്മകളാൽ അള്ളാഹുണ്ട് ചുറ്റിപ്പെരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ, ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആൾക്കാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാണ്. നോക്കി, ശിർക്ക് ചെയ്തവരല്ല അള്ളാഹ് അവിടെ പറഞ്ഞത്, തിന്മ ചെയ്തവരെ. നരകത്തിൽ നിത്യവാസികളാണെന്ന് അള്ളാഹ് അവിടെ പറഞ്ഞ ആയത്തിന്റെ തുടക്കം ബലാ മൻ കസബ സയ്യിഅ, ഒരുപക്ഷേ ആ സയ്യിഅത്തിൽ ശിർക്ക് വന്നേക്കാം.
തിന്മകളെ കൊണ്ട് തിന്മ ചെയ്തിട്ട് പിന്നെ അതിന് പുറത്തു ചാടാൻ പറ്റാതെ വലയം ചെയ്തിട്ട് ഓനൊരു നന്മന്റെ തുരുത്ത് ഉമ്മനൊന്ന് ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ നാട്ടിലെ പള്ളിയിൽ ഒന്ന് ഇടപെടാനോ നാട്ടിലെ ദഅവത്തിന്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടാനോ ഏതെങ്കിലും ഒരു നിലക്ക് ഒരു നന്മക്കൊന്ന് മുന്നിൽ നിൽക്കാനോ കൂട്ടത്ത് നിൽക്കാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പോലും രൂപത്തിലേക്ക് അവനെ തിന്മകളാൽ അള്ളാഹു അങ്ങ് വലയം ചെയ്തിട്ടുണ്ടാവും. അത് അള്ളയല്ല, അവൻ എടുത്ത പണി ബിമാ കാനൂ യക്സിബൂൻ, മാ കാനൂ യക്സിബൂൻ, അവൻ എടുത്ത തിന്മകളെ കൊണ്ടാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പറഞ്ഞ 4 കൂട്ടത്തില് നമ്മൾ ഏതിലാണ് ഉള്ളത് നോക്കൂ. ഒന്ന് വേറൊന്നും ലക്ഷ്യമില്ല, നേരെ പരലോകാണ്. ആ സ്വഹാബിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു. ഇവിടെ കണ്ട് കേറണമെന്ന് അദ്ദേഹം വിരൽ ചൂണ്ടി, അള്ളാഹ് അവിടേക്ക് തന്നെ അമ്പ് കയറ്റി മൂപ്പരണ്ട് അള്ളാന്റെ അടുക്ക് എടുത്തു. രണ്ടാമത്തേത് നന്മയും ചെയ്യും തിന്മയും ചെയ്തും അവരും പ്രശ്നമാണ്. മൂന്നാമത്തേത് നന്മ ആഗ്രഹമുണ്ട്, പക്ഷെ അള്ളാഹ് തൗഫീഖ് കൊടുക്കണില്ല. നാലാമത്തേത് തിന്മകളാൽ വലയം ചെയ്യപ്പെട്ടു, നന്മയുടെ ചിന്ത പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് പോകുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സുബഹിക്കൊരു പ്രാർത്ഥന നമ്മൾ നിർവഹിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. പടച്ചോനെ, ഞാൻ നിന്നോട് നാഫിആയ ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നതോടൊപ്പം അതുപോലെ തന്നെ നല്ല റിസ്ക്കും ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ നീ സ്വീകരിക്കുന്ന അമലുകളും ചോദിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നമുക്കുള്ള പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്മയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد اتقوا عباد الله. പടച്ചോനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അഞ്ചാമത്തൊരു വിഭാഗമുള്ളത് നന്മയാണെന്ന് കരുതി പലതും അവർ ചെയ്യും, പക്ഷേ അത് അപകടങ്ങളാവാം. നന്മയാണെന്നാണ് അവര് വിചാരിക്കുക. ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നോദിയ ആയത്തുകളാണത്. ഖുൽ നബി, അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നിങ്ങൾക്ക് ഞാൻ പൊളിഞ്ഞു പോകുന്ന നഷ്ടം സംഭവിക്കുന്ന അമലുകളെ പറ്റി പഠിപ്പിച്ചു തരട്ടെ, അറിയിച്ചു തരട്ടെയോ എന്ന്. അവരാരാണ്? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ അവർ എടുത്ത കുറെ അധ്വാനങ്ങൾ ഉണ്ടാവും, അതൊക്കെ വൃഥാവിലാകും. വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുന്നത് എന്താണെന്നോ, ഞങ്ങൾ എടുക്കുന്ന പണികൾ അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങളെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നല്ലതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന്. അങ്ങനെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന എടുക്കണോ? ഇത് തിന്മയെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നത്. നിസ്കാരത്തിന് ശേഷം ഇമാമ് കൈപൊന്തിക്കുന്നു, പിന്നിലിരുന്ന് ആമീൻ പറയുന്നു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നതല്ല എന്ന ബോധ്യത്തിലല്ലല്ലോ ആ മനുഷ്യൻ അതെടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നിലിരുന്ന് ആമീൻ പറയുന്നു, ഇമാമ് പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന. ആ മനുഷ്യനോട് ചോദിച്ച മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ നന്മയാണ്. അതവിടെ പറഞ്ഞത് നന്മയാണെന്ന് വിചാരിക്കും, പക്ഷേ അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്നാണ്. നിസ്കാരത്തിന് മുമ്പുള്ള നിയ്യത്ത് ചൊല്ലൽ നോക്കി ഇല്ല, കയ്യെട്ടാൻ നിൽക്കുമ്പോ ചില മനുഷ്യന്മാര് ഉസല്ലി ഫർള എന്ന് പറഞ്ഞാൽ തുടങ്ങും. നിയ്യത്ത് ശരിക്കും എവിടെയാണ്? ഖസ്ദുൽ ഖൽബാണ്. ഹൃദയത്തിന്റെ ഉറപ്പും ഹൃദയത്തിന്റെ വിചാരവുമാണ് മനസ്സിന്റെ അകത്താവാണ്. ഇത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുക, ആ ആൾക്കാരിങ്ങനെ ഇടങ്ങേറായി ഒരുവട്ടം കയ്യൊന്തിച്ച് രണ്ടാമട്ടം കയ്യൊന്തിച്ച് ഓലെ വിചാരം ചില ആൾക്കാരൊക്കെ ഇതിങ്ങനെ ഒപ്പണ്ട് വരണമെന്നുള്ള ലക്കൊക്കെയാണ്. അങ്ങനെ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെയാണ്? നന്മയാണെന്നാ വിചാരിക്കണം. അതുകൊണ്ട് അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ആഘോഷങ്ങൾ നോക്കിയേക്കും. നബിദിന് ആരെങ്കിലും പ്രിയപ്പെട്ടവരെ നന്മ എല്ലാന്ന് വിചാരിച്ച് നമ്മളെ നാട്ടിൽ കൊണ്ടാടുന്നുണ്ടോ? ഒരു നാട്ടിൽ കൂടെ പോണതും കൊടുക്കുന്നതും വരുന്നതും രാവിലെ ചൊല്ലുന്നതും ഒക്കെ എന്താ? ഇപ്പൊ കഴിഞ്ഞ മാസം റജബില് മിറാജ് നോമ്പെടുത്ത കുടുംബക്കാരില്ലേ നമുക്ക്? ഒരു നോമ്പ് നല്ലതല്ലാന്ന് വിചാരിച്ചിട്ടാ? അതാ ഖുർആൻ പറഞ്ഞത്, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂൻ, ഞങ്ങൾ ചെയ്യണത് നല്ലതാണെന്നാണ് ഓല വിചാരം. നിങ്ങൾ ആലോചിക്കും, മരിച്ചാല് വാപ്പ മരിച്ചാല് എന്തൊക്കെയോ നന്മയെന്ന് വിചാരിച്ച് ചെല്ലണത്. 3, 7, 14, 40 ആണ്ടൊക്കെ കഴിക്കണ എന്താ? തെറ്റ് സംഭവിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്കാണോ? അല്ലല്ലോ. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാൻ 15 നമ്മളെ നാട്ടുകാര് നോമ്പെടുക്കാൻ നിൽക്കണില്ലേ?
ഓലത് തെറ്റാന്ന് വിചാരിച്ചിട്ടാ അല്ല. അതാണ് ഖുർആൻ പറയുന്നത്. ഒന്നും വേണ്ട, യാസീന് വിശുദ്ധ ഖുർആന് പ്രത്യേകത ഉണ്ട്. പക്ഷെ മരിച്ചോടത്ത് യാസീൻ ഓതണം എന്ന് പറയുമ്പോ അവിടെ ഒരു യാസീനെ കൊണ്ടെന്ന് ഫിറ്റ് ചെയ്യുമ്പോ അള്ളാന്റെ റസൂൽ സ്പെഷ്യൽ ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ നമുക്ക് സ്പെഷ്യൽ ആക്കാൻ പറ്റൂല. എവിടൊക്കെ യാസീന് ഇങ്ങനെ നോക്കിയേക്ക് നമ്മളെ നാട്ടിലെ യാസീൻ. ആ യാസീൻ ഓതുന്നത് ഇങ്ങനത്തെ യാസീൻ ഓതല് പ്രശ്നമല്ല. പക്ഷെ ഇന്ന സ്ഥലത്ത് എന്തൊക്കെ പുണ്യുണ്ട് അത് ചൊല്ലുമ്പോ സ്വാഭാവികമായിട്ടും തെറ്റായില്ലേ? പക്ഷെ ആ മനുഷ്യന്മാരെങ്ങനെ ചൊല്ലണത്? നമ്മളെ വിവാഹ സദസ്സിലുള്ള അൽഫാത്തിഹയും ഇതെന്താ പലപ്പോഴും നമ്മൾ പറയാന്താന്ന് വെച്ചാൽ നമുക്ക് ഖുത്തുബ ഉണ്ടല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഖുത്തുബ നിസ്കാര ഈ നിക്കാഹിൽ പെട്ടതല്ല. നിക്കാഹ് ഉണ്ടല്ലോ, അതാണ് പ്രാധാന്യം. ഈ നിക്കാഹ് പ്രധാന. നിങ്ങൾ ആലോചിച്ചൊക്കെയും ഒരു അൽഫാത്തിഹ വിളിക്കുമ്പോൾ ചിലപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മള് പിന്നെ അത്തരക്കാരായ ഒരു വിവാഹ സദസ്സിൽ ചെന്നിട്ട് അവരോട് നിങ്ങളൊരു അൽഫാത്തിഹയും ഒരു കൂട്ടപ്രാർത്ഥനയും നടത്തിയിട്ടില്ല നിങ്ങളെ നിക്കാഹ് പൂർത്തിയാവൂല എന്ന് വെച്ചാൽ നിക്കാഹ് പൂർത്തിയാവൂല എന്ന് പറയുന്ന ഒരു ആ കൂട്ടത്തിൽ ഉണ്ടാവും. ഓലെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ കൂട്ടപ്രാർത്ഥനയും അൽഫാത്തിഹയും വേണം, അല്ലെങ്കിൽ ഇത് ശരിയാവൂല എന്നാണ്. ആ വിശ്വാസമുള്ളവർ അത് തെറ്റല്ലേ? പ്രിയപ്പെട്ടവരെ? ചില അൽഫാത്തിയൽ ശിർക്ക് വരെ ആകാന്നാണ് പണ്ഡിതന്മാർ ഓല നീയത്തിനനുസരിച്ച്. ചില അൽഫാത്തിയൽ ഒരു വെറും അൽഫാത്തിയ അല്ല, ഓല അൽഫാത്തിയ ചൊല്ലുന്നത് വേറെ ചില തവസ്സുലുകൾക്കും ഹറാമാക്കിയ ശിർക്കിലേക്കുമാണുള്ളത്. അതുകൊണ്ട് അതും ആവാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അവസാനത്തെ ഘട്ടം എന്നുള്ള നിലക്കല്ല, നമുക്ക് അനുമതികൾ കിട്ടുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിക്കാഹാണ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത്. ഖുത്തുബ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടും, അതൊന്നും വേണ്ടെന്നല്ല അതിനർത്ഥം. പക്ഷേ അതിനേക്കാൾ പ്രധാനം അവിടെ ഒരു ഹലാലാക്കി കൊടുക്കല. ആ ഹലാലാക്കി കൊടുക്കലിൽ തിന്മകളും അബദ്ധങ്ങളും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. നോക്കിയും ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ നന്മയാണെന്ന് വിചാരിച്ച് ഒരുപാട് തിന്മ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയ തീരൂല. 100 കൊല്ലത്തെ ചരിത്രം പറയുന്നവർ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ മുസ്ലിം സമുദായത്തെ എത്തിച്ചുവിട്ട ഒരു അപകടങ്ങളാണ്. ഇങ്ങനെ ആത്മീയമായി മാത്രം നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ നരകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷഅബാൻ 15 നോമ്പ്, അതേപോലെ തന്നെ റജബിലെ മെഹറാജ് നോമ്പ്, അതേപോലെ തന്നെയുള്ള കുറെ സംഗതികൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോ 100 കൊല്ലം ചരിത്രം അവകാശപ്പെടുന്നവർ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്ക് 105 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കഥ പറയാൻ നമ്മളല്ലാതെ വേറെ ആരുള്ളത്? നമുക്ക് തന്നെ അറിയുമോ എന്നുള്ളത് വേറെ വിഷയ. പ്രായമുള്ളവരും ഇതിന്റെ മുമ്പിൽ നടന്നവരും ഇവിടെ ഉണ്ട്, തീർച്ചയായും അവർക്കതറിയും. പക്ഷേ പുതിയ തലമുറക്ക് അതറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത അറിയലാണ്. അത്തരം സന്ദർഭങ്ങളിലും സംരംഭങ്ങളിലും പങ്കാളിത്തം കൊണ്ടും ഇൽമ് നേടാനും ചരിത്രം മനസ്സിലാക്കാനും നമ്മൾ ഉണ്ടാവണം. ഇങ്ങനെ അതിവിശാലമായ ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും രംഗങ്ങളിലേക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളെയും ഉപയോഗിച്ച് വീണ്ടും മുസ്ലിം സമുദായത്തെ അപകടത്തിലേക്കാക്കുമ്പോൾ അതിനെ 105 കൊല്ലത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന അതുണ്ട് എന്ന് ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ട് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത നവോത്ഥാനവും പരലോകമോക്ഷത്തിന്റെയും കഥ പറയാൻ നമ്മുടെ കീശയിൽ നിന്ന് നൽകുന്ന നാണയത്തുട്ടുകൾക്ക് പോലും പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ 5 കൂട്ടങ്ങളിൽ ആദ്യം പറഞ്ഞ ആത്മാർത്ഥമായി പരലോകത്തിന് വേണ്ടി ഇടപെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തിന്മ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. നാളെ പാരത്രിക ലോകത്ത് നന്മയാൽ തിഹാമ പർവ്വതത്തിന്റെ അത്ര നന്മയും കൊണ്ടുവരുമ്പോൾ ധൂളികളൊന്നും ആക്കാതെ അക്കാരണം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹ്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, നീ വിടുതൽ പ്രദാനം ചെയ്യണമേ. വ്യത്യസ്തമായ മാനസികവും ശാരീരികവുമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹ്, നീയാണ് അറിയുന്നവൻ, ശിഫായിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ മനസ്സുകളെ ഇണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളും സന്താനങ്ങളും സന്തോഷത്തോടെ കൺകുളിർമയോടെ ഒന്നിച്ച് ജീവിക്കുന്നിടത്തേക്ക് ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ എത്തിക്കണമേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിലെ കാരണവന്മാർ അല്ലാഹുവേ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനീ രംഗത്ത് ശക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിന് നേതൃത്വം നൽകുന്ന വ്യത്യസ്തപരമായ കഴിവുകളുള്ള മനുഷ്യന്മാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, രാഷ്ട്രീയമായും സാമുദായികമായും മതപരമായും. അല്ലാഹുവേ, എല്ലാവർക്കും നന്മയിൽ നിലനിന്ന് മുന്നോട്ട് തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്
الدرجات اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل على محمد أقم الصلاة